എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി നെയ്യാർ, ഓപ്ഷൻ ഡി പറമ്പിക്കുളം. ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. 1934 സ്ഥാപിതമായി. വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചിന്നാർ, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി വയനാട്. ഉത്തരം ഓപ്ഷൻ സി പെരിയാർ. പശിപ്പാതാളം പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി എറണാകുളം. ഉത്തരം ഓപ്ഷൻ എ വയനാട്. കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം? ഓപ്ഷൻ എ ചിന്നാർ, ഓപ്ഷൻ ബി മുത്തങ്ങ, ഓപ്ഷൻ സി പേമ്പാറ, ഓപ്ഷൻ ഡി ആറളം. ഉത്തരം ഓപ്ഷൻ എ ചിന്നാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചൂലന്നൂർ, ഓപ്ഷൻ ബി കടലുണ്ടി, ഓപ്ഷൻ സി മംഗളവനം, ഓപ്ഷൻ ഡി തട്ടേക്കാട്. ഉത്തരം സി മംഗളവനം. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ചെന്തുരുണി, ഓപ്ഷൻ സി ചിന്നാർ, ഓപ്ഷൻ ഡി പീച്ചി. ഉത്തരം ഓപ്ഷൻ സി ചിന്നാർ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ എ കൊല്ലം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം? ഓപ്ഷൻ എ കുമരകം, ഓപ്ഷൻ ബി കടലുണ്ടി, ഓപ്ഷൻ സി തട്ടേക്കാട്, ഓപ്ഷൻ ഡി പാതിരാമണൽ. ഉത്തരം ഓപ്ഷൻ സി തട്ടേക്കാട്. മയിലുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചൂലന്നൂർ, ഓപ്ഷൻ ബി മംഗളവനം, ഓപ്ഷൻ സി ആറളം, ഓപ്ഷൻ ഡി കുട്ടൂർ. ഉത്തരം എ ചൂലന്നൂർ, പാലക്കാട്. നീലക്കുറിഞ്ഞി സംരക്ഷണത്തിനായി രൂപീകരിച്ച വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി കുറിഞ്ഞിമല, ഓപ്ഷൻ സി ആനമുടി, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ഉത്തരം ഓപ്ഷൻ ബി കുറിഞ്ഞിമല. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി നെയ്യാർ, ഓപ്ഷൻ സി പറമ്പിക്കുളം, ഓപ്ഷൻ ഡി മുത്തങ്ങ. ഉത്തരം ഓപ്ഷൻ ബി നെയ്യാർ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ കരിമ്പുഴ, ഓപ്ഷൻ ബി കൊട്ടിയൂർ, ഓപ്ഷൻ സി മലബാർ, ഓപ്ഷൻ ഡി ചൂലന്നൂർ. ഉത്തരം ഓപ്ഷൻ എ കരിമ്പുഴ, മലപ്പുറം ജില്ല. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ എ തൃശൂർ. കടുവകളെ സംരക്ഷിക്കുന്നതിനായി പാലക്കാട് ജില്ലയിലുള്ള വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ എ സൈലന്റ് വാലി, ഓപ്ഷൻ ബി പറമ്പിക്കുളം, ഓപ്ഷൻ സി ചൂലന്നൂർ, ഓപ്ഷൻ ഡി ചിമ്മിനി. ഉത്തരം ഓപ്ഷൻ ബി പറമ്പിക്കുളം. ഇതൊരു ടൈഗർ റിസർവ് കൂടിയാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ കടലുണ്ടി, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി ചൂലന്നൂർ, ഓപ്ഷൻ ഡി മംഗളവനം. ഉത്തരം ഓപ്ഷൻ സി ചൂലന്നൂർ. കണ്ണൂർ ജില്ലയിലെ പ്രധാന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ മലബാർ, ഓപ്ഷൻ ബി ആറളം, ഓപ്ഷൻ സി മുത്തങ്ങ, ഓപ്ഷൻ ഡി ചെന്തുരുണി. ഉത്തരം ഓപ്ഷൻ ബി ആറളം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി നെയ്യാർ, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി ഇടുക്കി. ഉത്തരം ഓപ്ഷൻ സി വയനാട്.
മംഗളവനം പക്ഷിസങ്കേതം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി തൃശൂർ. ഉത്തരം ഓപ്ഷൻ സി കൊച്ചി. ചിമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി പത്തനംതിട്ട. ഉത്തരം ഓപ്ഷൻ എ തൃശൂർ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? ഓപ്ഷൻ എ തട്ടേക്കാട്, ഓപ്ഷൻ ബി മംഗളവനം, ഓപ്ഷൻ സി കടലുണ്ടി, ഓപ്ഷൻ ഡി കുമരകം. ഉത്തരം ഓപ്ഷൻ ബി മംഗളവനം.